അങ്ങനെ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. അതായത് ബൂട്ടാ കേവും കെന്നിങ് ഹൈലാൻഡൊക്കെ പോയ ശേഷം നേരെ തിരിച്ച് റൂമിൽ വന്നു ഫ്രഷപ്പൊക്കെ ആയിട്ട് ഒന്ന് കുറച്ച് നേരം കിടന്ന് കോലാലംപൂരിൻ്റെ നൈറ്റ് ലൈഫിലേക്ക് പിന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ സൺഡേ നൈറ്റ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഇന്നലെ ഒരുപാട് ആൾക്കാർ സ്ട്രീറ്റിലും മറ്റിടത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അറിയാം അത് വീക്കെൻഡ് ആയതുകൊണ്ടാണോ അതോ നോർമലി എല്ലാ ദിവസവും ഇങ്ങനെയാണോ എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് അറിയാം. അപ്പോൾ അവിടുത്തെ ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചു. പാകിസ്ഥാനി ചിക്കൻ ദം ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കഴിച്ചതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ഫുഡായിരുന്നു അത് കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഇന്നലത്തെ സ്ട്രീറ്റായിട്ടോ. അത് ഇന്നലെ ആളില്ല, ഒരു പരിപാടി നടക്കുന്നില്ല, സ്ട്രീറ്റിൽ ഫുൾ എംറ്റിയാണ്. അപ്പോൾ വീക്കെൻഡ്സിൽ മാത്രമേ അവരുടെ പോലുള്ള ആഘോഷവും സെലിബ്രേഷൻസ് കാണത്തുള്ളൂ. മലേഷ്യ വന്നിട്ടൊരു സൂപ്പർ മാർട്ട് എന്നാ സാധനം എന്ന് പറഞ്ഞൂടെ, കയറി നോക്കി നോക്കാം. അങ്ങനെ 24 hours ഓപ്പൺ ആയിട്ടുള്ളൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാത്. അതിനകത്ത് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് ആൽക്കഹോൾ. അതിൻ്റെ ടൈമിംഗ് റെസ്ട്രിക്ഷൻ എന്തോ എഴുതിയിട്ടുണ്ട് അതിൽ. ആവശ്യമുള്ള എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച ശേഷം ചുമ്മാ നടന്ന് വന്നപ്പോൾ ഇവിടെ ലാലാ ഫോർട്ട് നമ്മുടെ ഹോട്ടൽ ഗോദാ മേക്കിൽ കാണുന്ന മെട്രോയാണ്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഈ ലാലാ ഫോർട്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് അല്ല, സൂപ്പർ മാൾ സംതിങ് അങ്ങനെയാണെന്ന് അറിയാൻ പറ്റിയിരിക്കുന്നത്. പോയി നോക്കട്ടെ. ഇത് വരാൻ പോകുന്ന സിനിമയുടെ പ്രൊമോഷനാണ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ലൈറ്റ് അണച്ചുകൊണ്ടോ സ്റ്റെപ്പിലുണ്ടായിരുന്ന ലൈറ്റ് ആയിരുന്നു ഇത്. ഇതിവിടെ 10 മണിയൊക്കെ ആയപ്പോൾ ഷോപ്പിംഗ് മാൾ ക്ലോസ്ഡ്. അപ്പോൾ അവർ പറയുന്നത് നാളെ രാവിലെ 10 മണിക്ക് വന്നാൽ ഇവിടെ തുറക്കും എന്നാണ് സെക്യൂരിറ്റിക്കാരൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഈ സ്ട്രീറ്റുകളിലൊന്നും ആളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മൂഡ് ഓഫ്. വേറെ അങ്ങനെ തിരക്കും കാര്യങ്ങളായിട്ടുള്ള സ്ഥലങ്ങളൊന്നും കാണുന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം തിരിച്ച് റൂമിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക.